നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായിക്കെതിരെ ഇഡി വന്നാൽ തടയും, മകൾക്കെതിരെ വന്നാൽ പാർട്ടിക്കാരെ വിളിക്കരുത്. CPM ഇത് കട്ടായം പ്രഖ്യാപിച്ചതോടെ കണക്കുകൂട്ടൽ പിഴച്ച് ഇരട്ടച്ചങ്കൻ. ഇഡി ഇനിയും വരും, അത് മകളെ തൂക്കാനായിരിക്കുമെന്ന് പിണറായിക്ക് നന്നായിട്ടറിയാം. അപ്പോഴും പാർട്ടിക്കാരെ ഇറക്കി ലഹള ഉണ്ടാക്കാനായിരുന്നു പദ്ധതി. അത് തേഞ്ഞൊട്ടിയ വിഷമത്തിൽ കപ്പിത്താൻ ഇരിക്കുമ്പോൾ അടിക്ക് മേലെ വെള്ളിടി വെട്ടിയ അവസ്ഥ. വിജയന്റെ മകൾക്കെതിരെ മാത്രമല്ല, മകനെതിരെയും അന്വേഷണം വേണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് BJP കൂട്ടർ സൈബറിടം കത്തിക്കുന്നു. പിണറായിക്ക് ദുബായിൽ അനധികൃത സമ്പാദ്യമുണ്ടെന്നും മകൻ വിവേകിന്റെ അബുദാബിയിലെ കാര്യങ്ങളെക്കുറിച്ചും അന്വേഷണം വേണമെന്നൊക്കെയാണ് ഇപ്പോൾ BJPയും അതുപോലെ കോൺഗ്രസ് കൂട്ടരും പറയുന്നത്. വീണയ്ക്ക് പിന്നാലെ ഇഡി കൂടിയതിൽ വിറച്ചു നിൽക്കുന്ന പിണറായിക്ക് അടുത്ത പണിയും കിട്ടിയിരിക്കുകയാണ്. വിവേകിന് മുൻപ് ഇഡി സമൻസ് അയച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇപ്പോൾ കുത്തിപ്പൊക്കുകയാണ് ഒരു കൂട്ടർ. പിണറായി കുടുംബത്തോടെ പ്രതിരോധത്തിലേക്ക്. പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലം തൊട്ട് ദുബായ് സന്ദർശനം വിവാദങ്ങളിൽ വരാറുണ്ട്. വിദേശത്ത് എവിടെ പോയാലും പോകുന്ന വഴിക്കോ അല്ലെങ്കിൽ തിരിച്ചു വരുന്ന വഴിക്കോ ദുബായിക്ക് ഇറങ്ങുന്നത് പിണറായിയുടെ ഒരു ശീലമാണ്. ഇതോടെയാണ് പിണറായി കേരളത്തെ പിഴിഞ്ഞുണ്ടാക്കിയതെല്ലാം ദുബായിൽ അമുക്കിയെന്ന് ട്രോളും പരിഹാസവും ഒക്കെ എത്രയോ തവണ വന്നിട്ടുണ്ട്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടും പിന്നീട് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടൊക്കെയും ദുബായ് പിണറായിക്ക് സ്ഥിരം വള്ളിയായിട്ടുണ്ട്. ഏതായാലും പിണറായി വിജയന്റെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം മുറുകുകയാണ്. മാസപ്പടി മുതൽ കട്ടതെല്ലാം പോയ റൂട്ട് തപ്പിയാൽ ദുബായ്, അബുദാബി, അമേരിക്ക ഇവിടേക്കെല്ലാം എത്തുമെന്ന പരിഹാസം സൈബറിടത്തിൽ നിറയുന്നത് പിണറായിക്ക് അത്ര നിസ്സാരമായി എടുക്കാൻ കഴിയില്ല. കാരണം ഈ വഴിക്ക് എങ്ങാനും ഒരു അന്വേഷണം പോയാൽ പിണറായിക്ക് പിടി വീഴുമോ എന്നുള്ളതാണ്. പാർട്ടിക്കാർ പോലും പറയുന്നുണ്ട്, അതായത് പുറത്തു നിന്നുള്ളവരല്ല, പാർട്ടിയിലുള്ളവർ പോലും പിണറായിയുടെ ഇത്തരത്തിലുള്ള ബന്ധങ്ങളെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. മകൾ വീണയ്ക്ക് പിന്നാലെ മകൻ വിവേകും ഇപ്പോൾ വിവാദത്തിലേക്ക് വന്ന് വീഴുന്നത് പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഈ 82-ാം വയസ്സിൽ വലിയ ഒരു മനോവ്യതയ്ക്ക് കാരണമായിരിക്കുകയാണ്. വിവേകിനും വീണയ്ക്കുമൊക്കെ ഇഡിയുടെ നോട്ടീസ് കിട്ടുന്നു. തെറ്റുകാരല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കുടുംബം സ്ഥിരം വിവാദത്തിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. പിണറായിയെ വേട്ടയാടുന്നതിന് വേണ്ടിയാണ് മക്കളിലേക്ക് തിരിയുന്നത് എന്ന് പാർട്ടി പറയുന്നു. അതായത് മക്കളിലൂടെ പിണറായിയിലൂടെ പാർട്ടിയെ ലക്ഷ്യമിടുന്നു എന്നാണ് പാർട്ടിക്കാർ പിണറായിക്ക് പ്രതിരോധം തീർക്കുന്നത്. എങ്കിൽ എങ്ങനെയാണ് സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇരുവരുടെയും പേരുകൾ വരുന്നത്? ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട അഴിമതിയിൽ വിവേകിന് നോട്ടീസ് വന്നതെന്നാണ് വിവരം. ഇത് കൂടാതെ AI ക്യാമറകൾ വെച്ചതുമായി ബന്ധപ്പെട്ടും വിവേകിന്റെ പേര് വന്നിരുന്നു. അതായത് AI ക്യാമറ വെച്ചതിന് പിന്നിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ടെന്നും കോടികളുടെ അഴിമതിയാണ് ഇതിന് പിന്നിൽ നടന്നതെന്നും വിവേകിന് ഇതിൽ അറിവുണ്ട് എന്നൊക്കെയായിരുന്നു അന്ന് വലിയ വിവാദങ്ങൾ വന്നത്. വീണയ്ക്ക് മാസപ്പടിയിൽ. ഇത് കൂടാതെ സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ടും വീണയുടെ എക്സാലോജിക് എന്ന കമ്പനിയും വന്നു. സർക്കാർ പദ്ധതികളിലും സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടാണ് പിണറായിയുടെ മക്കളുടെ പേരുകൾ വിവാദങ്ങളിലും ആരോപണങ്ങളിലും വരുന്നത്. ഇതിൽ തെറ്റുകാരല്ല എങ്കിൽ അന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരട്ടെ. അല്ലാതെ അന്വേഷണത്തിന് എത്തുന്ന ഉദ്യോഗസ്ഥരെ മുഷ്ടി ചുരുട്ടി നേരിടും എന്നുള്ളത് ഭയം കൊണ്ടാണ്. മുൻപ് മകന് ഇഡി നോട്ടീസ് വന്നപ്പോൾ പിണറായി പറഞ്ഞതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പിണറായി മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന കാലത്തായിരുന്നു ഇഡി നോട്ടീസ് വന്നതും അത് വലിയ വിവാദമായതുമൊക്കെ. അന്ന് പിണറായി വിജയൻ പറഞ്ഞത്, മകന് ജോലി പിന്നെ വീട് എന്ന രീതിയിൽ കഴിയുന്ന ആളാണെന്നും ഒരു ദുഷ്പേരും ഉണ്ടാക്കിയിട്ടില്ല എന്നും പിണറായി പറഞ്ഞു. അതിൽ തനിക്ക് അഭിമാനമുണ്ടെന്നും ഇത്തരം പ്രചാരണങ്ങൾ കൊണ്ട് തന്നെ പ്രയാസപ്പെടുത്തി കളയാമെന്ന് ആരും കരുതണ്ട എന്നും പിണറായി വ്യക്തമാക്കിയത്. ഞാൻ എൻ്റെ പൊതുജീവിതം കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത്. എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്ന കാര്യം എൻ്റെ കുടുംബം പൂർണ്ണമായും അതിനോടൊപ്പം നിന്നു എന്നതാണ്. എൻ്റെ മക്കൾ 2 പേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട്. നിങ്ങളിൽ എത്ര പേര് എൻ്റെ മകനെ കണ്ടിട്ടുണ്ട്? അവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ മക്കളെ കണ്ടവരാണല്ലോ നിങ്ങൾ. എവിടെയെങ്കിലും കണ്ടോ എൻ്റെ മകനെ? ഏതെങ്കിലും സ്ഥലത്ത് കണ്ടോ? ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവൻ അറിയുമോ എന്ന് സംശയമാണ്. അതാണ് എൻ്റെ മകന്റെ പ്രത്യേകത. ഏതച്ഛനും മകനെക്കുറിച്ച് അഭിമാന ബോധമുണ്ടാകും. എൻ്റെ അഭിമാന ബോധം പ്രത്യേക തരത്തിലാണ്. ഒരു ദുഷ്പേരും എനിക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ മക്കൾ ആരും പ്രവർത്തിച്ചിട്ടില്ല. മക്കൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അന്ന് ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ?
അത് ഏശുന്നില്ല എന്ന് കണ്ടപ്പോൾ മര്യാദയ്ക്ക് ജോലി ചെയ്ത് അവിടെ കഴിയുന്ന ഒരാളെ, ഇവിടെ ആരാണെന്ന് പോലും പലർക്കും അറിയാത്ത ഒരാളെ പിണറായി വിജയൻ ഇങ്ങനെ ഒരു മകനുണ്ട് എന്ന് ചിത്രീകരിച്ച് അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുകയാണ്. അതുകൊണ്ട് വിവാദമാകുമോ? അതെന്നെ ബാധിക്കുമോ? മകനെ ബാധിക്കുമോ? ആ ചെറുപ്പക്കാരൻ മര്യാദയ്ക്കൊരു ജോലിയിലാണ് പ്രവർത്തിക്കുന്നത്. അയാളുടെ പൊതുരീതി ജോലി പിന്നെ വീട് എന്നതാണ്. ഒരു പൊതുപ്രവർത്തന രംഗത്തും അയാളില്ല. തെറ്റായ ഒരു കാര്യത്തിനും ഇതേവരെ അയാൾ പോയിട്ടില്ല. ഒരു ദുഷ്പേരും എനിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അതിൽ അഭിമാനിക്കുകയാണ്. നല്ല അഭിമാനം എനിക്കുണ്ട്. ഇതൊക്കെ ഉയർത്തിക്കാട്ടി എന്നെ പ്രയാസപ്പെടുത്തി കളയാം എന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഇതായിരുന്നു അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. പക്ഷേ ഇത് നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കണം. എന്നാൽ അത്ര നിഷ്കളങ്കനാണോ വിവേക്? ഒരുപാട് വിവാദങ്ങളിൽ മുൻപ് വിവേക് ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കണം. 2005 പിണറായിയുടെ മകൻ വിവേക് കിരണിന് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോയ സമയത്ത് കേരളത്തിൽ വൻ വിവാദമുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം സർവകലാശാലയിൽ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കാനുള്ള ലക്ഷങ്ങൾ വിവേക് കിരണിന് എവിടെ നിന്ന് കിട്ടി എന്നതായിരുന്നു ആ ചോദ്യം. CPM വിമതരും VS പക്ഷവും ജനശക്തി മാസികയും അത് ആയുധമാക്കിയിരുന്നു. അതായത് പുറത്തു നിന്നല്ല പിണറായിക്ക് നേരെ അന്ന് വിവാദമുണ്ടായത്, പാർട്ടിക്കുള്ളിൽ നിന്നാണ്. 2001 മുതൽ 2006 വരെയുള്ള VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് ഇത് വലിയ വിവാദമായി. അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. VSന്റെ പരോക്ഷ പിന്തുണയോടെ തുടങ്ങിയ CPM വിമതരുടെ മാസികയായ ജനശക്തിയാണ് ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. വിവേക് ഡിഗ്രി പാസ്സായത് 3rd ക്ലാസ്സിലാണത്രേ. 2ാം വർഷത്തിൽ അക്കൗണ്ടൻസിക്ക് 100-ൽ കിട്ടിയത് 17 മാർക്ക്. ഇംപ്രൂവ്മെന്റ് എഴുതിയപ്പോൾ 6 മാർക്ക് കൂടി 23 ആയി. തിരുവനന്തപുരം മാറിവാനിയോസ് കോളേജിലായിരുന്നു വിവേക് പ്രീ ഡിഗ്രി പഠിച്ചത്. ജയിച്ചത് 2ാം ക്ലാസ്സോടെ. ഇതേ കോളേജിൽ തന്നെയാണ് വിവേക് ഡിഗ്രിക്കും പഠിച്ചത്. പ്രീ ഡിഗ്രിക്കും 1ാം ഗ്രൂപ്പും ഡിഗ്രിക്ക് BCom ആയിരുന്നു പഠിച്ചത്. ഡിഗ്രി നേടിയ ശേഷം വിവേക് പഠിച്ചത് കളമശ്ശേരി SCMS കോളേജിലാണ്. GPC നായരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കോളേജ്. ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദാനന്തര ബിരുദത്തിനാണ് വിവേക് ഈ കോളേജ് പ്രവേശനം നേടിയത് എന്നായിരുന്നു ജനശക്തി അന്ന് വാർത്തയിൽ പറഞ്ഞിരുന്നത്. പിന്നീട് പല പണികൾ നോക്കിയെങ്കിലും ഒന്നിലും ക്ലച്ച് പിടിക്കാതെ വിവേക് പിന്നെ ബർമിംഗ്ഹാമിൽ അഡ്മിഷൻ എടുക്കുകയായിരുന്നു. 20 ലക്ഷം രൂപയാണ് ഈ കോഴ്സിനുള്ള ഫീസ്. ഈ തുക വായ്പ എടുക്കാൻ കലൂരിലെ SBT ശാഖയെ സമീപിച്ചു. 7 ലക്ഷം രൂപയ്ക്ക് മേലുള്ള തുക വായ്പ നൽകാൻ ബാങ്ക് കൊച്ചി ദേശാഭിമാനിയെയാണ് ഈടായി ആവശ്യപ്പെട്ടത്. ദേശാഭിമാനിയിലുള്ള ചിലരുടെ എതിർപ്പിനെ തുടർന്ന് ഇത് നടക്കാതെ പോയത്രേ. എന്നാൽ പിന്നീട് ഈ തുക സംഘടിപ്പിച്ച് വിവേക് ബർമിംഗ്ഹാം സർവകലാശാലയിൽ പഠനത്തിന് ചേർന്നു. ഇംഗ്ലണ്ടിലെ താമസം, ഭക്ഷണം, മറ്റ് ചെലവുകൾ എന്നിവ കൂടി കണക്കിലെടുത്താൽ ഏതാണ്ട് 1/2 കോടിക്ക് മേലുള്ള തുകയാകും ഈ കോഴ്സ് കഴിയുമ്പോൾ ആകെ ചെലവ് എന്നായിരുന്നു ജനശക്തിയിൽ വന്നത്. ഇത്രയും ഭീമമായ തുക എവിടെ നിന്നാണ് ലഭിച്ചത് എന്ന ചോദ്യം ജനശക്തി അന്ന് ഉയർത്തി. പിന്നീട് ഇത് മുഖ്യധാര മാധ്യമങ്ങൾ ഏറ്റെടുത്തു. ഇതോടെ വലിയ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി. പിണറായിയുടെ മകന്റെ വിദേശ പഠന വിവാദം ഒരു കാലത്ത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറി. അധിനിവേശ പ്രതിരോധ സമിതിയുടെ ഒരു യോഗത്തിൽ ഇത്രയും ഭീമമായ തുക എവിടെ നിന്നാണ് പിണറായിക്ക് ലഭിച്ചത് എന്ന് ചോദിച്ച എഴുത്തുകാരി സാറ ജോസഫിനെ സഹകരണ മന്ത്രിയായിരുന്ന സുധാകരൻ അന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. അത് വിവാദമായി. മിടുക്കരായ കുട്ടികൾ സ്കോളർഷിപ്പ് നേടി വിദേശത്ത് പഠിക്കുന്നതിൽ ആരും അസൂയപ്പെടണ്ട എന്ന് അന്നത്തെ SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന M സ്വരാജും പറഞ്ഞു. മാർക്ക് ലിസ്റ്റിൽ വെളിപ്പെടാത്ത മറ്റെന്ത് മിടുക്കാണ് വിവേകിനുള്ളത് എന്ന ചോദ്യത്തിന് ആരും ഉത്തരം പറയുന്നില്ല. അന്ന് കത്തോലിക്ക സഭയ്ക്കെതിരെ ചന്ദ്രഹാസം മുഴക്കുന്ന പിണറായി വിജയന്റെ മകൻ മാറിവാനിയോസ് കോളേജിലെ മാനേജ്മെന്റ് ക്വാട്ടയിലാണ് പ്രീ ഡിഗ്രിക്കും ഡിഗ്രിക്കും പ്രവേശനം നേടിയത്. ഇതും വലിയ ചർച്ചയും വിവാദവുമായി. പിണറായിയുടെ മകൾ വീണ പഠിച്ചതും അമൃതാനന്ദമയുടെ കോളേജിലാണ്. ഇതിനായി നടത്തിയ കാര്യങ്ങൾ ബെർലിൻ കുഞ്ഞനന്തൻ നായരുടെ ആത്മകഥയിൽ പറഞ്ഞിരുന്നു. ഇതും വലിയ വിവാദമായി. ഓർക്കുന്നില്ലേ, അന്ന് സ്വാശ്രയ കോളേജിനെതിരെ ഇവിടെ വലിയ സമരം നടക്കുന്ന ഘട്ടത്തിലാണ് പിണറായി തന്റെ മകളെ കൊണ്ടുപോയി സ്വാശ്രയ കോളേജിൽ ചേർത്തത്. അതായത് പിണറായി വിജയൻ മക്കളുടെ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ആശയം 8ആയി മടക്കി പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്. ഇതിനുശേഷം വിവേക് കിരൺ വാർത്തകളിൽ നിറയുന്നത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന്റെ ആരോപണത്തെ തുടർന്നായിരുന്നു.
ചതിയുടെ പത്മവ്യൂഹം എന്ന് പേരിട്ടിട്ടുള്ള സ്വപ്നയുടെ ആത്മകഥയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ സ്വപ്ന ചാനലുകൾക്ക് മുന്നിൽ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെ കൂടി സ്വപ്ന പ്രതിസ്ഥാനത്ത് നിർത്തിയിരുന്നു. മകൾ വീണ വിജയന് UAE-യിൽ IT ഹബ്ബ് തുടങ്ങാൻ ഷാർജ ഭരണാധികാരിയുടെ ഭാര്യയെ സ്വാധീനിക്കാൻ പിണറായി വിജയന്റെ ഭാര്യ കമല ശ്രമിച്ചു എന്നും സ്വപ്ന ആരോപിച്ചിരുന്നു. എത്ര സ്വർണം സമ്മാനമായി കൊടുക്കാനാകും എന്ന് കമല വിജയനും നളിനി നെറ്റോയും തന്നോട് ചോദിച്ചിരുന്നുവെന്നും സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടിയായ CM രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ എല്ലാം അറിയാൻ കഴിയുമെന്നും സ്വപ്ന പറഞ്ഞിരുന്നു. UAE കോൺസൽ ജനറൽ ക്ലിഫ് ഹൗസിൽ വന്നപ്പോൾ അന്ന് അവിടെ വിവേക് കിരൺ ഉണ്ടായിരുന്നുവെന്നും സ്വപ്ന ആരോപിച്ചിരുന്നു. പക്ഷെ ഒരു കാര്യം വസ്തുതയാണ്, സാധാരണ പാർട്ടി നേതാക്കളുടെ മക്കളെ പോലെ ഒരു കാര്യത്തിലും വിവേക് ഇടപെടാറില്ല. നാട്ടിൽ അപൂർവമായി മാത്രമാണ് ഇദ്ദേഹം വരാറുള്ളതും. ഗൾഫിൽ ഒരു പ്രമുഖ വ്യവസായ ഗ്രൂപ്പിൽ വിവേകിന് ജോലി കിട്ടിയതിനെ കുറിച്ചെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് പ്രചരിച്ചത്. ഈ അടുത്തും വിവേക് തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയതും വലിയ വിവാദമായി മാറിയിരുന്നു. അതായത് പിണറായി വിജയൻ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കനല്ല മകനെന്ന് പാർട്ടിയിൽ തന്നെ ഉള്ളവർ പോലും വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞു വെച്ച കാര്യമാണ്. എന്റെ മക്കളെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് പിണറായി പറഞ്ഞത്. എന്തിനാണ് അഭിമാനിക്കുന്നത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. തട്ടിപ്പിനും അഴിമതിയിലും വെട്ടിപ്പിലും എല്ലാം പേരുണ്ട്. എന്നിട്ട് ഈ കാര്യത്തിലായിരിക്കും പിണറായി അഭിമാനിക്കുന്നത് എന്ന വലിയ ട്രോൾ ഇപ്പോൾ ഉയരുകയാണ്. ഇത് മാത്രമല്ല, പിണറായി വിജയൻ കേരളത്തെ ഊറ്റിപ്പിഴിഞ്ഞുണ്ടാക്കിയത് മുഴുവൻ അങ്ങ് വിദേശത്ത് ഒളിപ്പിച്ചിട്ടുണ്ടെന്നും അതിന്റെ താക്കോല് വിവേകിന്റെ കയ്യിലാണ് എന്നുവരെയുള്ള വിമർശനങ്ങളും ട്രോളും പരിഹാസവും എത്രയോ കാലം മുതലുള്ളതാണ്. ഇവിടെ വേറെ എത്രയോ മുഖ്യമന്ത്രിമാർ നാട് ഭരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മക്കൾ ഇത്രത്തോളം വലിയ വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ടോ? എത്രയോ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇതുപോലെ ആരോപണത്തിലും വിവാദത്തിലും ഒക്കെ പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു മുഖ്യമന്ത്രിമാരുടെയും മക്കൾ ഉൾപ്പെട്ടിട്ടുണ്ടാകില്ല. പ്രത്യേകിച്ച് നമ്മൾ CPM-ന്റെ കാര്യം പറയുമ്പോൾ CPM എന്ന പ്രസ്ഥാനത്തിൽ അതിലെ നേതാക്കൾക്ക് ഒരു മൂല്യമുണ്ടാകണം, ഒരു നിലപാടുണ്ടായിരിക്കണം, കമ്മ്യൂണിസ്റ്റ് ആശയം അവർ ഉൾക്കൊള്ളണം. പക്ഷെ ഇവിടെ പിണറായിയിലേക്ക് വരികയാണെങ്കിൽ കുടുംബത്തിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ ഈ കമ്മ്യൂണിസ്റ്റ് ആശയമെല്ലാം കീറി എറിഞ്ഞ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ കീറി എറിഞ്ഞത് കൊണ്ടാണ് മക്കളുടെ പേരിൽ ഇന്നിപ്പോൾ പിണറായി വലിയ വിവാദങ്ങളിലേക്ക് വീഴുന്നതും മക്കളെ തൂക്കിയെടുക്കാൻ കേന്ദ്ര ഏജൻസികൾ കാത്തുകെട്ടി കിടക്കുന്നതും. ഈ 82-ാം വയസ്സിൽ പിണറായി ഒരു വലിയ ഇരട്ടച്ചങ്കാണ് എന്നൊക്കെ പറയുമ്പോഴും എത്ര വലിയ ഇരട്ടച്ചങ്കുണ്ടെങ്കിലും മക്കളുടെ കാര്യം വരുമ്പോഴത്തേക്ക് ഒന്ന് പതുങ്ങും, ഒന്ന് ആശങ്കപ്പെടും. ആ അവസ്ഥയിലാണ് പിണറായി. അച്ഛൻ ഉറങ്ങാത്ത വീടെന്ന് കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ ഈ പറയുന്ന ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വാടക വീട്. പിണറായി വല്ലാത്ത പ്രതിരോധത്തിലും പ്രതിസന്ധിയിലുമാണ്. പാർട്ടിക്കാർ പോലും മകളുടെ കാര്യത്തിൽ ഇനി നിൽക്കില്ല എന്ന് കട്ടായം പറഞ്ഞിട്ടുണ്ട്. പിണറായി ഇനി എന്താണ് പോംവഴി കണ്ടെത്തുക? നമുക്കൊരു കാര്യം കൃത്യമായിട്ട് അറിയാം, വീണാലും 4 കാലിൽ വീഴുന്ന ആളാണ് പിണറായി. അതുകൊണ്ട് ഏതറ്റം വരെയും പോയി മക്കളെ സംരക്ഷിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.